അപ്പോഴേ നമുക്കൊന്ന് തിയേറ്റർ വരെ ഒന്ന് പോയിട്ട് വന്നാലോ? പുറത്തുള്ള തിയേറ്റർ അല്ല കേട്ടോ, ഷിപ്പിനകത്തുള്ള തിയേറ്റർ. അവിടെ എന്താ പരിപാടി എന്നല്ലേ? സിനിമയ്ക്കൊന്നും അല്ല, ചെറിയൊരു പരിപാടി ഉണ്ട്, കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാസഞ്ചർ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരുപാട് നട്ടം തിരിയാൻ പറ്റൂല. അപ്പം ചെറിയൊരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ആള് പറഞ്ഞു തരും. സംഗീതനെക്കാട്ടും വലിയൊരു തിയേറ്റർ നമ്മുടെ ക്രൂസ് ഷിപ്പിലുണ്ട്. ആർക്കെങ്കിലും അറിയോ? കാണിച്ചു തരാം. അപ്പോൾ ദേ ഇവിടെ കുറച്ച് ടിക്കറ്റും ഒക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്ന രണ്ടുപേരെ കണ്ടില്ലേ? ഇതാണ് നമ്മുടെ L&D മാനേജർ ആൻഡ് HR മാനേജർ. രണ്ടുപേരും വളരെ വളരെ ഫ്രണ്ട്ലിയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ഓപ്പൺ ആയിട്ട് പോയി സംസാരിക്കാവുന്ന രണ്ടുപേരാണ് കേട്ടോ. അപ്പോൾ ദേ എല്ലാ ആൾക്കാരും ഇവിടെ റെഡി ആയിട്ട് പരിപാടി എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 12 മണിക്ക് തുടങ്ങുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റോഷൻ ചേട്ടൻ, മലയാളിയാണ്. ഇവനെ പിന്നെ പറയണ്ടല്ലോ, പരിചയപ്പെടുത്തണ്ടല്ലോ. അപ്പം സാറ് ഭയങ്കര ബിസിയാണ്. അപ്പോൾ ഇത് റോഷൻ ചേട്ടൻ മലയാളിയാണ്, കണ്ണൂരുകാരനാണ്. അപ്പം ഞാൻ വേറൊരാളെയും കൂടെ പരിചയപ്പെടുത്താറാം. ഒട്ടുമിക്ക ആൾക്കാരും വന്നു തുടങ്ങി. ഇതാണ് നമ്മുടെ മണിച്ചേട്ടൻ, മലയാളിയാണ്. അപ്പോൾ ചേട്ടനൊരു ഹായ് പറയുന്നുണ്ട്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞു തരട്ടോ, അല്ലേ പുള്ളിക്ക് വിഷമാവും. അപ്പോൾ പുള്ളിയുടെ ഹായ് ശരിയായില്ല, ഞാൻ ഒന്നുകൂടെ ഹായ് പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ തിയേറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം എത്തിയിട്ടുണ്ട്. നൈറ്റ് 12 മണിക്കാണ് തുടങ്ങുന്നത്. എന്താണെന്നല്ലേ? ബിങ്കോയാണ്. പണ്ട് സ്കൂളിൽ കളിച്ച ബിങ്കോയൊന്നും അല്ല കേട്ടോ ഇത് കാശെറിഞ്ഞ് കാശ് വാങ്ങിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളിത് വൺ ഡിസ്കഷനാണ്. നമ്മുടെ നമ്പർ തമ്മിൽ സെയിം അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ഡിസ്കഷനാണ്. ലക്കുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടും. നമ്മളൊരു $10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു $3000 കിട്ടാവുന്ന പരിപാടിയാണ്. പക്ഷെ ലക്കുണ്ടെങ്കിൽ മാത്രം. അപ്പം പുള്ളി വന്നിട്ടുണ്ട്. പുള്ളി ഒരു ബ്രസീലിനാണ്. ആൾ വന്നിട്ട് ഇവിടെ ഇൻട്രൊഡക്ഷനും പരിപാടിയൊക്കെ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ചെറിയ ചെറിയ ടാസ്ക് ഒക്കെ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇരിക്കുന്നതിൻ്റെ പുറകിൽ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ആ സാധനം എടുത്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടും. ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ JBL ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം കിട്ടുക. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് എന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ JBL കിട്ടുമെന്നാണ്. ആ JBL വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര ലക്കുള്ളത് കൊണ്ടും ഭാഗ്യമുള്ളത് കൊണ്ടും ഞങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടില്ല. ആരും വിഷമിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരു സന്തോഷം. അങ്ങനെ പരിപാടിയൊക്കെ അതിഗംഭീരമായിട്ട് അവസാനിച്ചു. കിട്ടിയത് വേറെ കുറച്ച് പേർക്കായിപ്പോയി. അങ്ങനെ അവിടെ നിന്നും കിട്ടിയില്ല, ഇവിടെ നിന്നും കിട്ടിയില്ല എന്നുള്ളൊരു ഇതായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ നടന്നു പാസഞ്ചർ ഏരിയയിലേക്ക് വീണ്ടും പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ പാസഞ്ചർ ഏരിയ വന്നിട്ട്. ഇവിടെ വന്നിട്ട് കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സൈനിങ് ഓഫ്.